ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയാലോ. രാവിലെയും രാത്രിയൊക്കെ ഇത് മതി, നമുക്ക് വേറൊന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശ കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ ഒരു കപ്പ് തന്നെ നമുക്ക് എന്താക്കാം തേങ്ങ ചേരുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു അര കപ്പോളം ചോറുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിപ്പോൾ ഏതായാലും ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം തൈര്, നല്ല പുളിപ്പുള്ള നല്ല കട്ട തൈരുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുക്കുക. ഒരു 3/4 കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു 3/4 കപ്പോളം വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കാം കേട്ടോ, കൂടുതലായി പോവുകയും ചെയ്ത് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം മതിയാവും ഈ പറഞ്ഞ അളവിനനുസരിച്ചിട്ടുള്ള പച്ചരിക്കും തേങ്ങയ്ക്കും ചോറിനൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി ദോശൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ. അപ്പം നല്ല ചൂടായി വരുന്ന ഈ ദോശക്കല്ലിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിൽ നമുക്ക് എണ്ണ ആക്കാതെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തതാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ആക്കി കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ദോശ പരത്തുന്ന പോലെ പരത്തിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്ത് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇതിന് നന്നായിട്ട് ബബിൾസ് ഇടുന്ന സമയത്ത് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഗീയോ എണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ദോശ നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മൂടി തുറന്ന് വെക്കാം. ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നേരിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അരിദോശ, ഉഴുന്ന് ദോശയൊക്കെ. അപ്പോൾ ആ ഒരു ദോശ ചുട്ടെടുക്കുന്ന സമയം പോലും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്ന നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നന്നായിട്ട് ദോശക്കല്ല് ചൂടായിട്ട് വരണം കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ദോശ പരത്തുന്ന പോലെ പരത്താനും പാടില്ല. ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ എണ്ണാക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞ് ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല, അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ദോശ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും